വയനാട് പുൽപ്പള്ളിയിൽ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ ആളില്ലാതെ കർഷകർ ദുരിതത്തിൽ. സപ്ലൈകോയ്ക്ക് നെല്ല് വിൽക്കാൻ കരാറായ കർഷകരാണ് നെല്ല് സംഭരിക്കാൻ ആളെത്താത്തതിനാൽ പ്രയാസം അനുഭവിക്കുന്നത്. പെരിക്കല്ലൂർ വരവൂർ പാടശേഖരത്തിലെ 40ഓളം കർഷകരാണ് കൊയ്തെടുത്ത നെല്ലുമായി കാത്തിരിക്കുന്നത്. മഴ ശക്തമായതോടെ കളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന നെല്ല് നശിച്ചു പോകുമെന്ന ആധിയിലാണ് പെരിക്കല്ലൂർ വരവൂർ പാടശേഖരത്തിലെ കർഷകർ. മെതിച്ചെടുത്ത നെല്ല് പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടി കളങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് കൊയ്ത്ത് നടത്തിയത്. തുടർന്ന് സപ്ലൈകോയ്ക്ക് നെല്ല് വിൽക്കാനുള്ള കരാറും തയ്യാറാക്കി. എന്നാൽ സപ്ലൈകോ നൽകിയ 4 മില്ലുകാരെ ബന്ധപ്പെട്ടെങ്കിലും ഇവരാരും നെല്ല് സംഭരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. മഴ കനത്തതോടെ കർഷകരുടെ ആശങ്കയും കൂടി. സപ്ലൈകോ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും പ്രയോജനമൊന്നുമില്ലെന്ന് കർഷകർ. ഏകദേശം 1100 ചാക്കോളം നെല്ല് ഇവിടെ ഞങ്ങളുടെ കളത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സപ്ലൈകോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ടും സർക്കാർ അത് എടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങളൊന്നും ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. 4 മില്ലുകാർ ഞങ്ങളോട് എഗ്രിമെൻറ്റ് വെച്ചു എന്നാണ് സപ്ലൈ ഓഫീസർ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ നെല്ല് വേണ്ടാന്ന് പറഞ്ഞു. എന്നോട് എത്ര ചാക്ക് നെല്ലുണ്ടെന്ന് ചോദിച്ചു. ഏതാണ്ട് 1100 ചാക്കോളം നെല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർ നെല്ല് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. 7 ലക്ഷം രൂപയോളം കച്ചി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും മുടി ഒരു 3500 വണ്ടിൽ കച്ചി ചീഞ്ഞു പോയേക്കുവാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി അടുത്ത കൃഷി ഇറക്കണമെങ്കിൽ ഈ നെല്ല് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഇതാക്കാൻ. വരവൂർ പാടശേഖരത്തിൽ 40 ഏക്കറോളം ഇത്തവണ പുഞ്ചകൃഷി ചെയ്തിരുന്നു. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പെരിക്കല്ലൂരിലെ വരവൂർ പാടത്ത് കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ഇത്തവണ ദിവസങ്ങളോളം കാവൽ കിടന്നാണ് നെല്ല് വിളവെടുപ്പിന് പാകമാക്കിയത്. എന്നാൽ കൊയ്തെടുത്ത് നെല്ല് വാങ്ങാൻ ആളില്ലാതായതോടെ ആശങ്കയിലാണ് കർഷകർ. 24 വയനാട്.